പത്തരമാറ്റിൽ ഇനി വരാൻ പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. അങ്ങനെ ആദർശിന്റെ കുഞ്ഞാണ് ചന്തുമോളെന്ന് അറിഞ്ഞതോടെ ദേവയാനി നല്ല രീതിയിൽ ചന്തുമോളോട് ദേഷ്യം കാണിക്കുന്നുണ്ട്. ആദ്യമൊക്കെ തന്നോട് വളരെയധികം സ്നേഹത്തോടെ പെരുമാറിയിരുന്ന മുത്തശ്ശി ഇപ്പൊ തന്നെ വെറുക്കുന്നത് ചന്തുമോൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കും. ക്ഷമിച്ചിരിക്കുന്ന ചന്തുമോളെ നയന ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും ആ വിഷമം അങ്ങ് വിട്ടുമാറി പോകുന്നില്ല കേട്ടോ അവൾക്ക്. വിഷമിച്ചിരിക്കുന്ന ചന്തുമോളുടെ മൂഡ് മാറ്റാനായിട്ട് മോളെയും കൂട്ടി അനഘയെ കാണാനായിട്ട് പോകുന്നുണ്ട് നയന. അവിടെ ചെന്ന് അമ്മയെ കണ്ട് അമ്മയോട് സംസാരിക്കുന്ന സമയത്ത് കുറേയൊക്കെ വിഷമം മാറുന്നുണ്ട് കേട്ടോ ചന്തുമോളുടെ. അവിടെ ചെന്ന് അനഘയെ പരിചരിക്കുന്ന ഹോം നേഴ്സിനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ആദർശിന്റെ പിന്നാലെ അഭിയും അവിടെ വന്ന കാര്യം അറിയുന്നുണ്ട് നയന. അഭി വരുന്നത് അനഘയ്ക്ക് ഒട്ടും ഇഷ്ടമല്ലെന്നും മറ്റുള്ളവരെ പോലെയല്ല അഭി അനഘയോട് പെരുമാറുന്നതെന്നും കൂടി അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ആദ്യമേ അഭിയുടെ മേൽ സംശയമുണ്ടായിരുന്ന നയന ആ ഒരു കാര്യം കൂടി കേൾക്കുന്നതോടെ അഭി തന്നെയാണ് തെറ്റുകാരനെന്ന് ഉറപ്പിക്കുവാണ്. തുടർന്ന് ചന്തുമോളുടെ കൂടെ അനഘയുമായിട്ട് അവിടെ കുറച്ചു നേരം സംസാരിച്ചിരുന്നിട്ടൊക്കെ ആയിരിക്കട്ടോ നയന മോളുമായിട്ട് തിരികെ പോകുന്ന വഴിക്ക് മോളുടെ സന്തോഷത്തിന് വേണ്ടി പാർക്കിൽ പോയി കളിക്കുകയും കുറെ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടായിരിക്കും തിരികെ വീട്ടിലെത്തുന്നത്. എന്നാൽ നയന ചന്തുമോളോട് അത്രയ്ക്ക് അങ്ങ് അടുത്ത് ഇടപഴകുന്നത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ദേവയാനിക്ക്. ദേവയാനി അതിനെക്കുറിച്ച് നയനയോട് സംസാരിക്കുമ്പോൾ അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ചന്തുമോൾക്ക് ആകെ കൂടെ വിഷമമാണ്. അമ്മ എന്തിനാ ചന്തുമോളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? അത് എന്ത് തെറ്റ് ചെയ്തിട്ടാ? അതൊരു കൊച്ചു കുഞ്ഞല്ലേ. അമ്മ ഇങ്ങനെ പെരുമാറുന്നതിൽ ആ കുട്ടിക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമമുണ്ട്. അത് മാറ്റാനാണ് ഞാൻ ഇന്ന് അവളെ പുറത്തു കൊണ്ടുപോയതെന്നൊക്കെ പറയുവാണ് നയന. അപ്പൊ ദേവയാനി പറയുന്നുണ്ട്, അതെ, ഞാൻ ചന്തുമോളോട് ഇത്രയും നാളും നല്ല സ്നേഹത്തിൽ തന്നെയല്ലേ പെരുമാറിയിരുന്നത്. എനിക്ക് ആ കുഞ്ഞിനോട് ഒരുപാട് ഇഷ്ടവുമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ഒന്നും പറഞ്ഞു നിർത്തുമ്പോൾ എന്താ അമ്മേ ഇപ്പോ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുവാണ് നയന. നീ എന്താ നയന ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത്? കാര്യങ്ങളെല്ലാം നിനക്കും അറിയാവുന്നതല്ലേ. കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ എനിക്കിപ്പോ ആ കുഞ്ഞിനെ പഴയതുപോലെ അങ്ങ് സ്നേഹിക്കാൻ കഴിയുന്നില്ല. അവളെ സ്നേഹിക്കാൻ ഞാൻ ശ്രമിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ എന്തോ എനിക്കതിന് കഴിയുന്നില്ലെന്നൊക്കെ പറയുവാണ് ദേവയാനി. അമ്മ ഇപ്പോഴും അത് തന്നെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുവാണോ? ആദർശേട്ടനെ ഇത്തിരി പോലും വിശ്വാസമില്ലേ അമ്മയ്ക്ക്? വീട്ടുകാർ ആ നേരം അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് കരുതി അമ്മയും അത് തന്നെ അങ്ങ് വിശ്വസിക്കുവാണോ? ഒന്നുമില്ലെങ്കിലും ആദർശേട്ടനെ ഇത്രയും നാളും വളർത്തിയത് അമ്മയല്ലേ. ആദർശേട്ടനെ കുറിച്ച് അമ്മ ഇങ്ങനെയൊക്കെയാണോ ധരിച്ചു വെച്ചിരിക്കുന്നത്? ആദർശേട്ടന്റെ മോള് തന്നെയാണെന്ന് അമ്മ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുവാണ് നയന ദേവയാനിയോട്. എനിക്കറിയില്ല മോളെ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന്. നിന്റെ സ്നേഹത്തിന് മുമ്പിൽ ഈ അമ്മ തോറ്റു പോവുകയാണ്. നിന്നോടിപ്പോ എന്ത് പറയുമെന്നാണ് എന്റെ വിഷമം. നിന്നോടാണല്ലോ അവൻ ഇങ്ങനെ ഒരു ചതി ചെയ്തത്. എന്നാലും എനിക്കിപ്പോ ഞാൻ വളർത്തിയ എന്റെ മകൻ തന്നെയാണോ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ഓർക്കുമ്പോ, ഞാൻ തന്നെയാണോ അവനെ ഈ രീതിയിൽ വളർത്തിയത് എന്നൊക്കെ ഓർക്കുമ്പോൾ എനിക്കിപ്പോ എന്നോട് തന്നെ കുറ്റബോധം തോന്നുന്നു. പക്ഷെ അവന്റെ ഭാഗത്ത് അങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത്രയും നാളും അതെല്ലാം മറച്ചു വെച്ച് അവൻ നമ്മളെ എല്ലാവരെയും വഞ്ചിക്കുവല്ലായിരുന്നോ? പോരാഞ്ഞിട്ട് ആ കൊച്ചു കുഞ്ഞിനെ പോലും അവൻ വഞ്ചിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും എന്നെ പറയുന്നുണ്ട്, അമ്മ മാത്രം ആദർശേട്ടനെ ഇങ്ങനെ അവിശ്വസിക്കരുത്. കാരണം ഒരിക്കലും ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ആദർശേട്ടനെ അത്രത്തോളം വിശ്വസിക്കുമ്പോൾ അമ്മയും കൂടി അത് വിശ്വസിക്കുവല്ലേ വേണ്ടത്. എനിക്ക് ഉറപ്പുണ്ട് ആദർശേട്ടന് ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് പറ്റില്ലെന്ന്. ഇനി അങ്ങനെ ഒരു തെറ്റ് പറ്റിയെങ്കിൽ തന്നെ ആദർശേട്ടൻ മറ്റൊരു വിവാഹത്തിന് തയ്യാറാവുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അമ്മയുടെ മകനെ കുറിച്ച് അമ്മ അങ്ങനെയാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഒരു പെണ്ണിനെ ചതിച്ച് മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടാൻ ആദർശേട്ടൻ ഒരിക്കലും തയ്യാറാവില്ല അമ്മേന്നൊക്കെ നയന പറയുന്നുണ്ടെങ്കിലും ദേവയാനി അതൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളുന്നില്ല. ശരിയാണ്, പക്ഷെ അന്ന് നവ്യയുമായിട്ട് അവൻ ആ വിവാഹം ഉറപ്പിക്കുന്ന സമയത്ത് തന്നെ വിവാഹത്തോട് അവൻ അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. നിർബന്ധത്തിന് വഴങ്ങിയ അവൻ അന്ന് വിവാഹത്തിന് സമ്മതിച്ചത്. പിന്നെ നവ്യക്ക് പകരം നീ അവന്റെ ഭാര്യയായിട്ട് വന്നപ്പോൾ എത്ര കാലം അവൻ നിന്നോട് വെറുപ്പുമായിട്ട് നടന്നു. പിന്നെ എത്രയോ നാളുകൾക്ക് ശേഷമാണ് നിങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് സന്തോഷത്തോടെ ജീവിച്ചു തുടങ്ങിയത്. നിങ്ങളൊന്നും നല്ല രീതിയിൽ ജീവിച്ചു തുടങ്ങിയപ്പോൾ അതിന്റെ കൂടെ ഇപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം കൂടി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേവയാനിയും ഇങ്ങനെ വല്ലാതെ വിഷമിക്കുവാണ്. അല്ലല്ലോ അമ്മ ഞാൻ അറിഞ്ഞിരുന്നത് ആദർശേട്ടൻ വിവാഹത്തിന് വേണ്ടി മനസ്സുകൊണ്ട് തയ്യാറെടുത്തിരിക്കുവല്ലായിരുന്നോ? പിന്നെ നവ്യയ്ക്ക് പകരം വധു ഞാനാണെന്ന് എന്ന് അറിഞ്ഞതിന് ശേഷമാണ് ആദർശേട്ടൻ അങ്ങനെ ഒരു ഇഷ്ടക്കേട് തുടങ്ങിയത് എന്നാണ് എന്റെ വിശ്വാസം. എന്നാൽ അതിനു മുമ്പ് വരെ നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം പോലെ നല്ലൊരു കുടുംബജീവിതം സ്വപ്നം കണ്ടുകൊണ്ട് തന്നെയല്ലേ ആദർശേട്ടൻ തയ്യാറായിട്ട് നിന്നിരുന്നത്. എന്നിട്ടും ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യാൻ മാത്രം ദുഷിച്ച മനസ്സാണ് ആദർശേട്ടൻ്റെതെന്ന് അമ്മ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുവാണ് നയന. ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചിട്ട് ഒരു കുഞ്ഞിനെയും കൊടുത്ത് കടന്നു കളയാൻ മാത്രം ദുഷ്ടനാണോ അമ്മയുടെ മോൻ? അത് മാത്രമല്ല അമ്മയാണ് തന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളതെന്നും വിശ്വസിച്ചിട്ടുള്ളതും എന്നാണ് ആദർശേട്ടൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഉള്ളപ്പോൾ ആദർശേട്ടനോട് അമ്മയെ അകലം കാണിക്കുന്നത് ആദർശേട്ടനെ എത്രത്തോളം വിഷമം ഉണ്ടാക്കുന്നുണ്ടെന്ന് അമ്മയ്ക്കറിയുമോ?
ആ സമയം ദേവയാനി ചോദിക്കുവാണ്, അതല്ല നയനെ, ആദർശ് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നിനക്കെന്താ ഇത്ര ഉറപ്പ്? നിനക്കെങ്ങനെയാ അത് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ, അമ്മേ, ആദർശേട്ടനുമായിട്ട് ഞാൻ ഒത്തിരി നാളൊന്നും ആയിട്ടില്ല പരിചയപ്പെട്ടിട്ട്, ഒത്തിരി നാളൊന്നും ആയിട്ടില്ല ഞങ്ങൾ പരസ്പരം അടുത്തറിഞ്ഞ് മനസ്സ് പങ്കിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട്. എന്നാൽ ഈ കാലത്തിനിടയ്ക്ക് ഞാൻ ആദർശേട്ടനെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്ക് നല്ല വിശ്വാസമുണ്ട് ആദർശേട്ടന്മേൽ. എനിക്ക് ഉറപ്പുണ്ട് ആദർശേട്ടൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്ന്. വളരെ കുറച്ച് നാൾ കൂടെ താമസിച്ച് എനിക്ക് ആദർശേട്ടനെ വിശ്വാസമുള്ളപ്പോൾ ഇത്രയും നാൾ കൂടെ താമസിച്ച് അമ്മയ്ക്കാണോ ആദർശേട്ടനെ വിശ്വാസമില്ലാത്തത്? അങ്ങനെ നയന വീണ്ടും എടുത്തു ചോദിക്കുമ്പോൾ ദേവയാനിയുടെ മനസ്സൊന്ന് ഉലയുന്നുണ്ട് കേട്ടോ. ഞാനാണോ നയനെ തെറ്റുകാരി? ആദർശ് തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ അവനെ ശിക്ഷിച്ചത് കുറച്ച് കൂടിപ്പോയില്ലേ നയനെ? തെറ്റും ചെയ്യാതെ എൻ്റെ മകനെയാണോ ഞാൻ അകറ്റി നിർത്തുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാൻ അത് അവനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ദേവയാനി. അങ്ങനെ സ്വന്തം മകനെ അവിശ്വസിച്ചതിൽ ചെറിയൊരു കുറ്റബോധമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ ദേവയാനിക്ക്. തുടർന്ന് ദേവയാനി അവിടെ നിന്നങ്ങ് പോയി സ്വന്തം റൂമിലിരുന്ന് കൊണ്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് നോക്കുവാണ്. അതിന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഇങ്ങനെ മനസ്സിൽ ഉരുവിട്ട് നോക്കുവാണ്. അന്ന് മുത്തശ്ശൻ പറയുകയും ചെയ്തു, ചന്തുമോള് ഈ വീട്ടിലെ കൊച്ചുമകളാണെന്ന്. എനിക്കിടെ വീട്ടുകാർ ചന്തുമോളുടെ അച്ഛൻ ആദർശാണെന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ ഞാൻ എന്താ വിശ്വസിക്കേണ്ടത്, എന്താ വിശ്വസിക്കാതിരിക്കേണ്ടത്? എന്നാലും എൻ്റെ മോൻ നയനമോള് പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുമോ? ഹേയ്, ഒരിക്കലുമില്ല. അവൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അവൻ ഉറപ്പായിട്ടും അത് ഈ അമ്മയോട് തുറന്നു പറഞ്ഞേനെ. എൻ്റെ മകനൊരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്നൊക്കെ ദേവയാനിങ്ങനെ സ്വയം മനസ്സിനെ പറഞ്ഞു വിശ്വസിപ്പിക്കുവാണ്. പിന്നീടായിട്ട് കാണിക്കുന്നത് ചന്തുമോളുടെ അരികിലേക്ക് ചെല്ലുവാണ് നയന. ചന്തുമോളാണെങ്കിൽ അപ്പോഴും ആകെ കൂടങ്ങനെ വിഷമിച്ച് ഡള്ളായിട്ട് ഇരിക്കുവാണ്. നയന ചന്തുമോളുടെ അടുത്തിരുന്ന് കൊണ്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ചന്തുമോൾക്ക്? അമ്മയെ കണ്ടിട്ട് വന്നിട്ടും വിഷമമൊന്നും മാറിയില്ലേ? ഇമ്മ എന്തെങ്കിലും വിഷമമുണ്ടോ? എന്ത് പറ്റി? എന്താണെങ്കിലും നയനാമ്മയോട് പറയാന്നൊക്കെ പറയും. ഏയ്, ഒന്നുമില്ല നയനാമേ, എനിക്കൊന്നുമില്ലെന്നൊക്കെ ചന്തുമോള് പറയുന്നുണ്ട്. അങ്ങനെ ഒന്നുമില്ലാതിരിക്കില്ല. ഒന്നുമില്ലെങ്കിലും എത്ര ദിവസമായി ചന്തുമോളെ ഈ നയനാമ കാണാൻ തുടങ്ങിയിട്ട്? ചന്തുമോളുടെ മുഖം ഒന്ന് മാറിയാൽ നയനാമയ്ക്ക് ഇപ്പോൾ മനസ്സിലാകും. എന്തായാലും ചന്തുമോളുടെ മുഖത്തിന്റെ സന്തോഷമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. എന്താണെങ്കിലും മോളുടെ സങ്കടം നയനാമയോട് പറയാന്നൊക്കെ പറയുമ്പോഴേക്കും ചന്തുമോൾ ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ആരുമില്ല നയനാമേ. ഈ വീട്ടിലേക്ക് ആദ്യം വന്നപ്പോൾ അമ്മൂമ്മയ്ക്കൊക്കെ എന്നോട് ഒത്തിരി സ്നേഹമായിരുന്നല്ലോ. ഭക്ഷണം വാരി തരുകയും എന്നെ എടുക്കുകയും എന്നെ പാട്ട് പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഇപ്പൊ അമ്മൂമ്മ എന്നെ കാണുമ്പോൾ ദേഷ്യപ്പെട്ട എന്നെ നോക്കുന്നത്. അമ്മൂമ്മയ്ക്ക് ഇപ്പൊ എന്നെ ഇഷ്ടമില്ലെന്നാ തോന്നുന്നതെന്നൊക്കെ ചന്തുമോൾ ഇങ്ങനെ വിഷമത്തോടെ പറയുവാണ് നയനയോട്. കേൾക്കുമ്പോൾ നയനയ്ക്കാണെങ്കിലും ഭയങ്കര വിഷമമാവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നയന ഇങ്ങനെ ചന്തുമോളെ നെഞ്ചോട് ചേർത്ത് കൊണ്ട് പറയുന്നുണ്ട്, ഏയ്, അങ്ങനെയൊന്നും പറഞ്ഞൂടെ ചന്തുമോളെ. ചന്തുമോൾക്ക് ആരുമില്ലെന്ന് ആരാ പറഞ്ഞത്? ചന്തുമോൾക്ക് നയനാമ്മയുണ്ട്, അമ്മമ്മയുണ്ട്, അങ്കിളുണ്ട്, പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയുമുണ്ട്. അങ്ങനെ എല്ലാവരും ഉണ്ട് ചന്തുമോൾക്ക്. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും പെട്ടെന്ന് ഇങ്ങനെ ആ കുഞ്ഞിങ്ങനെ നയനയുടെ മുഖത്തേക്ക് നോക്കുവാണ്. എന്നെ വീട്ടിൽ പറയാ, അതെ, അമ്മമ്മ മോളെ എടുക്കാത്തതേ അമ്മമ്മയ്ക്ക് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് പനിയാണ്. അപ്പൊ പിന്നെ ചന്തുമോൾക്കും ആ പനി പിടിക്കുമെന്നോർത്തല്ലേ അമ്മമ്മ എടുക്കാത്തത്. അമ്മമ്മയുടെ പനിയൊക്കെ പോയി കഴിയുമ്പോൾ ചന്തുമോളെ എടുക്കുകയും പാട്ട് പാടിത്തരുകയും കുളിപ്പിക്കുകയും ഒക്കെ ചെയ്യും കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ചന്തുമോൾക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്. അല്ല, നയനാമ്മ എന്നോട് കള്ളം പറയുവാ. അമ്മമ്മ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. എന്നെ പഴയതുപോലെ ഇനി സ്നേഹിക്കാൻ കഴിയില്ലെന്ന് അമ്മമ്മ അപ്പൂപ്പന്മാരോടൊക്കെ പറഞ്ഞു. എല്ലാം കേട്ടതാന്നൊക്കെ ഇങ്ങനെ ചന്തുമോള് പറയുമ്പോഴേക്കും നയന പെട്ടെന്ന് അങ്ങ് ഷോക്കാവാണ്. അപ്പോഴേക്കും വീണ്ടും ഇങ്ങനെ ചന്തുമോളെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നയന ശ്രമിക്കുന്നുണ്ട്. യോ ചന്തുമോളെ, അതെന്താണെന്നറിയോ? അമ്മമ്മയ്ക്ക് ഇപ്പോൾ ചെറിയൊരു ദേഷ്യമുണ്ട് മനസ്സില്. ദേഷ്യം അങ്ങ് മാറിക്കഴിയുമ്പോൾ പഴയതിലും കൂടുതലായിട്ട് അമ്മമ്മ മോളെ സ്നേഹിക്കും കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ചന്തുമോളുടെ കയ്യിൽ നല്ലൊരു പാവ ഇരിക്കുന്നത് നയന കാണുന്നത്. അപ്പോഴേക്കും ചന്തുമോളോട് ചോദിക്കുന്നുണ്ട് നയന, ആഹാ, കൊള്ളാമല്ലോ മോളെ, ഈ പാവ എവിടുന്നാ? ഇത് നയനാമ്മ വാങ്ങിച്ചു തന്നതല്ലോ എന്നൊക്കെ ചോദിക്കും. എവിടുന്ന മോൾക്ക് കിട്ടിയത്? ഇത് നയനാമ്മ ഇതുവരെയും കണ്ടിട്ടില്ലല്ലോ, എന്തായാലും നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന ആ പാവ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ചന്തുമോൾ ഇങ്ങനെ പറയുന്നുണ്ട്, അതെ, ഇത് എൻ്റെ അമ്മ എനിക്ക് ഒരുപാട് സ്നേഹത്തോടെ ഗിഫ്റ്റ് ചെയ്തതാ. പാവ ഞാൻ അങ്ങനെ അഴുക്കാക്കാറൊന്നുമില്ല. എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പാവയാണ് ഇത്. ഇത് ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുക. എനിക്ക് എൻ്റെ അമ്മയെ ഓർമ്മ വരുമ്പോൾ ഞാൻ ഈ പാവയെ കെട്ടിപ്പിടിച്ച് കിടക്കാറ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാവയാണ് ഇതെന്നൊക്കെ പറയുമ്പോൾ നയനയ്ക്കും ഒരുപാട് വിഷമമാവുന്നുണ്ട് കേട്ടോ. ആ, കൊള്ളാലോ, ഇത് നല്ല പാവയാണല്ലോ. ചന്തുമോൾക്ക് ഇഷ്ടപ്പെട്ട ഈ പാവ നയനാമ്മയ്ക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. ചന്തുമോളെ, ഈ പാവയ്ക്ക് എന്താ ഇത്ര പ്രത്യേകത? മോൾക്ക് ഇത്രമാത്രം സ്നേഹം തോന്നാനെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ ഈ പാവയ്ക്ക് കൊടുക്കുമ്പോൾ സംസാരിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യും. പിന്നെ ഇതിനകത്ത് കുറേ അറകളൊക്കെയുണ്ട്. ഇതിനകത്ത് അമ്മ എനിക്ക് വേണ്ടി ഓരോന്നൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ ചന്തുമോള്. ചന്തുമോളുടെ വായിൽ നിന്നും അങ്ങനെ കേൾക്കുമ്പോഴേക്കും നയന പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. ചന്തുമോള് പറഞ്ഞത് സത്യമായിരിക്കുമോ? അനഘയുടെ എന്തെങ്കിലും രഹസ്യങ്ങൾ ഈ പാവയ്ക്കകത്ത് കാണുമോ? മോള് ഈ പാവയെ ഇത്രയധികം സ്നേഹിക്കാനായിട്ട് അനഘ എന്തെങ്കിലും പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ടാവുമോ?
എന്താ ഇത് ഇത്രയും നാളും കാണാതെ ഇരുന്നത് ഈശ്വര എന്നൊക്കെ അങ്ങനെ ചിന്തിച്ചു പോകുന്നുണ്ട് കേട്ടോ നയന. ആഹാ, എന്തായാലും കൊള്ളാം. നയനാമ ഈ പാവയൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചന്തുമോളുടെ കയ്യിൽ നിന്നും ആ പാവ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ നയന. എന്നിട്ട് എങ്ങനെ നയനയാണെങ്കിൽ ചന്തുമോളുടെ കയ്യിൽ നിന്നും ആ പാവയെ വാങ്ങിച്ചിട്ട് അതിന്റെ സിബൊക്കെ ഇങ്ങനെ തുറന്നു നോക്കുവാണ്. അത് തുറന്നു നോക്കി അതിന്റെ ഉള്ളിൽ കൈയിട്ട് നോക്കുമ്പോഴേക്കും അതിന്റെ ഉള്ളിൽ അറയിൽ എന്തോ ഒരു കട്ടിയുള്ള സാധനം ഉള്ളതായിട്ട് തോന്നുന്നുണ്ട് നയനയ്ക്ക്. ഇത് ചന്തുമോള് ഇതിനകത്തൊരു സാധനം, മോളുടെ അമ്മ ഇതിനകത്ത് എന്തെങ്കിലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അറിയില്ല നയനാമ്മേ, അമ്മ എന്തോ അതിനകത്ത് വെച്ചിട്ടുണ്ട്, അത് എന്താണെന്ന് എനിക്കറിയില്ല. അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോൾ വലുതാകുമ്പോൾ അതെടുത്ത് വെച്ച് കാണണമെന്ന്. ഇതിനകത്ത് അമ്മ ഒരു സാധനം വെച്ചിട്ടുണ്ട്, ഈ പാവ ഒരിക്കലും മോൾ കളയരുത് എന്നാണ് അമ്മ എന്നോട് പറഞ്ഞിരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചന്തുമോള് പറയുമ്പോൾ നയനയ്ക്ക് എന്തോ ഒരു സംശയം തോന്നുവാണ്. നയന വേഗം തന്നെ അതെടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് ഒരു പെൻ ഡ്രൈവ് ആയിരിക്കും. കാണുന്നതും നയന അങ്ങ് ഷോക്കാവുന്നുണ്ട്. എന്താ ചന്തുമോളെ ഇത് ആരുടേതാന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അതോ അത് എൻ്റെ അമ്മയുടേതാ. അമ്മ അത് ലാപ്ടോപ്പിൽ അകത്ത് കുത്തിയിട്ട് ഞാനും അമ്മയും അതിൽ എപ്പോഴും വീഡിയോസൊക്കെ കാണാറുണ്ട്. ആണോ, എന്താ ഇതിനകത്തുള്ളതെന്നൊക്കെ ചോദിക്കുമ്പോൾ അതോ അത് അമ്മ എനിക്ക് വേണ്ടി എപ്പോഴും പാട്ടൊക്കെ പാടിത്തരും. അമ്മയുടെ ആ പാട്ടൊക്കെ ഇതിനകത്ത് വീഡിയോ ആക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുവാണ് ചന്തുമോള്. അത് കേൾക്കുമ്പോഴേക്കും നയനയ്ക്ക് ചെറിയൊരു സംശയം തോന്നുന്നുണ്ട്. ആണോ, ചന്തുമോള് ഇവിടെ ഇരിക്കേ, നയനാമ്മ ഇപ്പോൾ വരാമെന്നും പറഞ്ഞുകൊണ്ട് നയന പെൺഡ്രൈവുമായിട്ട് തൻ്റെ റൂമിൽ പോയിട്ട് ലാപ്ടോപ്പിൽ കുത്തിയിട്ട് നോക്കുന്നുണ്ട്. ഇങ്ങനെ പെൺഡ്രൈവ് കുത്തി ലാപ്ടോപ്പ് ഓണാക്കി നോക്കുമ്പോഴേക്കും നയന ആകെ അങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോ. ആദ്യം തന്നെ ചന്തുമോളുടെ കുട്ടിക്കാലത്തുള്ള കുറേ ഫോട്ടോസും ചന്തുമോളും ഒന്നിച്ചുള്ള കുറേ ഫോട്ടോസും അവരുടെ രണ്ടുപേരുടെയും സുന്ദര നിമിഷങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോ ആക്കി വെച്ചിട്ടുള്ളതായിരിക്കും. ഇതെല്ലാം ഇങ്ങനെ നോക്കി വരുമ്പോഴായിരിക്കും മറ്റൊരു ഫോൾഡറിലെ ആ ഒരു കാഴ്ച നയന കാണുന്നത്. അഭിയുമായിട്ട് പ്രണയിച്ചിരുന്ന കാലത്തെ കുറേ ഫോട്ടോസും അഭിയും ഒന്നിച്ചുള്ള കുറേ വീഡിയോസും ഒക്കെ ഉണ്ടാകും. അങ്ങനെ അവർ തമ്മിലുള്ള വീഡിയോസും സംഭാഷണങ്ങളൊക്കെ ഒരു ഫോൾഡറിലാക്കി വെച്ചിരിക്കുകയായിരിക്കും കേട്ടോ അനഘ. അത് കാണുന്നതും നയന അങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട്. അതൊക്കെ കൂടെ അങ്ങ് കാണുന്നതും നയനയ്ക്ക് കാര്യം കത്തുന്നുണ്ട്. ആഹാ, അപ്പൊ കള്ളൻ കപ്പലിൽ തന്നെയാണല്ലേ, അപ്പൊ അനഘ പറഞ്ഞത് സത്യം തന്നെയാണല്ലേ, ചന്തുമോളുടെ അച്ഛൻ മൂർത്തി സാറിന്റെ കൊച്ചുമകൻ തന്നെയാണല്ലോ. ഇനിയാണ് അതെന്ന് എനിക്ക് ആദ്യം തന്നെ ഉറപ്പുണ്ടായിരുന്നു. അതിപ്പോ കൂടുതലങ്ങ് ബോധ്യമായി. ഇനിയിപ്പോ ഇതിന്റെ സത്യാവസ്ഥ ആദർശേട്ടനും മുത്തശ്ശനും മുത്തശ്ശിയും അമ്മയും എല്ലാം മനസ്സിലാക്കണം. എന്തായാലും ഈശ്വരൻ ഇത് എന്റെ കയ്യിൽ തന്നെ കൊണ്ടുവന്ന് എത്തിച്ചല്ലോ. നിരപരാധിയായിട്ടുള്ള എന്റെ ആദർശേട്ടനെ കൊടുക്കാൻ വേണ്ടി അഭി തന്നെയായിരിക്കും ഇതെല്ലാം ചെയ്തു വെച്ചത്. പക്ഷെ ഇങ്ങനെ ഒരു തെളിവ് അനഘ ഒളിപ്പിച്ച കാര്യം അഭി മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടും നന്നായേ ഉള്ളൂ. ഇതൊരു ദുഷിച്ച മനസ്സാണ് അഭിയുടേത്. അമ്മയും ബാക്കിയുള്ള എല്ലാവരും എന്റെ ആദർശേട്ടനെ വെറുതെ തെറ്റിദ്ധരിച്ചല്ലോ. ഈശ്വര, എന്തൊക്കെയാ ഞാൻ ഈ കാണുന്നത്. ചന്തുമോള് ഈ വീട്ടിലെ പേരക്കുട്ടി തന്നെയാണല്ലോ എന്നിങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട് നയന. തന്നെ ചന്തുമോള് ഇതൊന്നും കാണാതിരിക്കാൻ വേണ്ടി പെൺഡ്രൈവിലെ ആ ഫയൽ തന്റെ ലാപ്ടോപ്പിലേക്ക് കോപ്പി ചെയ്തെടുക്കുന്നുണ്ട് നയന. എന്നിട്ടിങ്ങനെ നയന മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഈശ്വര, നവ്യേച്ചിയുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ. ഇതിനു മുമ്പ് നവ്യേച്ചിയെ കാണുന്നതിന് മുമ്പ് ഇവൻ എത്ര പെൺകുട്ടികളെ ഇതുപോലെ നശിപ്പിച്ചിട്ടുണ്ടാകും. പാവം ആ അനഘയാണെങ്കിൽ അഭിയെ വിശ്വസിച്ച് നല്ലൊരു ജീവിതം സ്വപ്നം കണ്ടിട്ടായിരിക്കും അവനെ വിശ്വസിച്ചത്. ഇത് സന്തോഷത്തോടെ ആയിരിക്കും അവൾ അഭിയുടെ കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുക. എന്നിട്ട് അവളാണിപ്പോൾ മരണവും കാത്തു കിടക്കുന്നത്. എന്താകും ആ കുട്ടിയുടെ അവസ്ഥ? അത് മാത്രമല്ല, ഇതെല്ലാം നവ്യേച്ചി അറിഞ്ഞാൽ എങ്ങനെ സഹിക്കും? ഞാൻ ഇതെല്ലാം നവ്യേച്ചിയോട് എങ്ങനെ പറയും? നവ്യേച്ചിയുടെ കാര്യം പോട്ടെ, അഭിയുടെ മനസ്സിൽ എന്തായിരിക്കും? സ്വന്തം ഭാര്യ പ്രസവിച്ച് കിടക്കുന്ന അവസ്ഥയിൽ പോലും സ്വന്തം കുഞ്ഞിനെ ഏറ്റെടുക്കാൻ പോലും അവൻ തയ്യാറാവുന്നില്ല. സ്വന്തം കുഞ്ഞിനെ ചേട്ടന്റെ തലയിൽ കെട്ടിവെക്കാനാണ് അവൻ ശ്രമിക്കുന്നത്. ചേട്ടനെതിരെ കള്ളത്തെളിവുകൾ ഉണ്ടാക്കിയിട്ട് ചേട്ടനെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ മാത്രം ക്രൂര മനസ്സാണല്ലോ ഇവന്റേതെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു പോവുകയാണ് നയന. എന്നിട്ട് നയന പെൺഡ്രൈവ് കയ്യിലെടുത്തുകൊണ്ട് ചന്തുമോളോട് പറയുവാണ്, മോൾ ഇവിടെ ഇരുന്ന് കഴിക്കിട്ടോ, നയന അമ്മ ഒന്ന് പുറത്ത് പോയിട്ട് വരാം, വരുമ്പോൾ മോൾക്ക് ചോക്ലേറ്റ്സ് ഒക്കെ കൊണ്ടുവരാട്ടോ, നല്ല കുട്ടിയായിട്ട് ഇവിടെ ഇരിക്കണേ, മോള് വിഷമിക്കരുതെന്നൊക്കെ പറഞ്ഞ് നയന പുറത്തേക്ക് പോവാണ്. നയന അങ്ങനെ ആ പെൺഡ്രൈവുമായിട്ട് നേരെ പോകുന്നത് ഓഫീസിലേക്കായിരിക്കും. ഒട്ടും പ്രതീക്ഷിക്കാതെ നയനെ കാണുന്നതും ആദർശാകെ അമ്പരക്കുന്നുണ്ട്. എന്ത് പറ്റി നയനെ, നീ ഇപ്പോഴൊന്നും ഓഫീസിലേക്ക് വരുന്നില്ലെന്നല്ലേ എന്നോട് പറഞ്ഞിരുന്നത്? എനിക്ക് ചന്തുമോളും ഒന്നിച്ച് പുറത്തു പോകണമെന്നൊക്കെയല്ലേ പറഞ്ഞിരുന്നത്? എന്നിട്ട് അതൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് ആദർശ്. നയന് പറയുന്നുണ്ട്, ആദർശേട്ടാ, കൃത്യമായിട്ടൊരു കാരണമില്ലാതെ ഞാൻ എന്തായാലും ഇങ്ങോട്ട് വരില്ലെന്ന് ആദർശേട്ടന് തന്നെ അറിയാലോ. പ്രത്യേകിച്ചും ചന്തുമോൾ വന്നതിൽ പിന്നെ എനിക്കിപ്പോൾ ഓഫീസിലേക്ക് വരാൻ തന്നെ താല്പര്യമില്ല. ശരിയാ, ചന്തുമോൾ വന്നതിൽ പിന്നെ നിനക്കിപ്പോൾ എന്നെ പോലും വേണ്ടാതായി. അതിൽ എനിക്ക് കുറച്ച് പരിഭവമൊക്കെ ഉണ്ടെന്ന് കൂട്ടിക്കോ. അല്ല, നീ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കും. അപ്പൊ നയന് പറയുന്നുണ്ട്, ആദർശേട്ടൻ ഇത് കണ്ടോ, ഈ ഒരു തെളിവ്
ഈശ്വരനായിട്ട് നമ്മുടെ കയ്യിൽ കൊണ്ടെത്തിച്ചതാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു പെൺഡ്രൈവ് എടുത്ത് ആദർശിന് കാണിച്ചു കൊടുക്കുവാണ്. നയനെ, ഇതെവിടുന്ന നിനക്ക്, ഇത് ആരുടെ ഈ പെൺഡ്രൈവ് എന്ന് ചോദിക്കുന്നുണ്ട് ആദർശ്. അതെ ആദർശേട്ടാ, ഈശ്വരൻ നമ്മുടെ കൂടെ തന്നെയാ. മോളുടെ യഥാർത്ഥ അച്ഛൻ ആരാണെന്നുള്ളത് ഈ പെൺഡ്രൈവിനകത്തുണ്ട്. എനിക്ക് ചന്തുമോളുടെ കയ്യിൽ നിന്നും കിട്ടിയതാ. അനക്ക് ചന്തുമോളുടെ പാവയ്ക്കകത്ത് ഒളിപ്പിച്ചു വെച്ചതായിരുന്നു. ആദർശേട്ടൻ ഇതൊന്ന് കണ്ടു നോക്ക്. ഇതിൽ നിന്ന് സത്യങ്ങളെല്ലാം നല്ല വ്യക്തമായിട്ട് മനസ്സിലാവും. വെച്ച് നമുക്ക് സത്യങ്ങൾ എല്ലാവരെയും ബോധ്യപ്പെടുത്താനും കഴിയും. ഇതിൽ കൂടുതൽ തെളിവുകൾ അന്വേഷിച്ച് നമ്മൾ ഇനി എവിടേക്കും പോകേണ്ട ആവശ്യമില്ല. ഒരു DNA ടെസ്റ്റും ആവശ്യമില്ലെന്നൊക്കെ പറയുന്നുണ്ട് നയന. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, നയനെ നീ വെറുതെ മനുഷ്യനെ ഇട്ട് ടെൻഷൻ അടുപ്പിക്കാതെ കാര്യം പറ. അതിനകത്ത് ആരാ ചന്തുമോളുടെ അച്ഛനെന്നൊക്കെ ചോദിക്കുവാണ്. ആദർശേട്ടൻ ഇങ്ങനെ ധൃതി വെക്കാതെ, ഞാൻ പറയണ്ടല്ലോ എല്ലാം ഇതിനകത്തുണ്ട്. ആദർശേട്ടൻ ഇതൊന്ന് ആ ലാപ്ടോപ്പിനകത്ത് കുത്തിയിട്ട് കാണുന്നു പറഞ്ഞുകൊണ്ട് നയന അത് ആദർശിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആദർശാണെങ്കിൽ ആ ഒരു പെൺഡ്രൈവ് എടുത്ത് ലാപ്ടോപ്പിനകത്ത് കുത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശം അത് ഓണാക്കുമ്പോഴേക്കും ചന്തുമോളുടെ കുട്ടിക്കാലത്തുള്ള കുറെ ഫോട്ടോസ് ഒക്കെ തന്നെയാണ് കേട്ടോ ആദ്യം കാണുന്നത്. ആദർശേട്ടാ മറ്റേ ഫോൾഡർ എടുത്ത് നോക്കുന്നു പറഞ്ഞുകൊണ്ട് നയന അത് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിലുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ അങ്ങ് കാണുമ്പോൾ ആദർശം ഭയങ്കരമായിട്ട് അങ്ങ് ഞെട്ടുവാണ്. അപ്പോഴേക്കും നയന അങ്ങനെ യാതൊരു കൂസലുമില്ലാതെ നിൽക്കുന്നുണ്ട്. ആദ്യം ഒന്ന് ഞെട്ടിയതാണല്ലോ നയന, ഇനിയും വീണ്ടും വീണ്ടും ഞെട്ടേണ്ട ആവശ്യമില്ലല്ലോ. വിശ്വസിക്കാനാകാതെ ആദർശം ഇങ്ങനെ നയനെ നോക്കുമ്പോൾ കാണാം ആദർശേട്ടാ, ആദർശേട്ടന് കണ്ണ് നിറച്ച് കാണുന്നു പറഞ്ഞുകൊണ്ട് അത് മുഴുവൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് നയന. ആദർശം ഇങ്ങനെ നോക്കുമ്പോൾ അഭിയും അനുഗ്രഹം കൂടിയിട്ട് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന കുറെ ഫോട്ടോസും കുറെ സ്ഥലങ്ങളിലൊക്കെ പോയി റൊമാൻറ്റിക് ആയിട്ട് നിൽക്കുന്ന ഫോട്ടോസും അങ്ങനെ ഒരുപാട് പലതരത്തിലുള്ള ഫോട്ടോസും ഉണ്ടാവും കേട്ടോ അതില്. അതെല്ലാം കൂടെ കണ്ട് ആദർശം അങ്ങ് ആകെ ഷോക്കാവാണ്. ആദ്യം തന്നെ ആദർശിന് അഭിയെ സംശയമുണ്ടായിരുന്നെങ്കിലും ബുദ്ധീസ് ഗ്രൂപ്പിനെ തകർക്കാൻ വേണ്ടി മറ്റാരെങ്കിലും കെട്ടിച്ചമച്ച ഒരു കഥയാണോ എന്ന് പോലും ആദർശ് സംശയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ചന്തുമോൾ ഒരിക്കലും അനന്തപുരിയിലെ പേരക്കുട്ടിയാണ് എന്നുള്ള കാര്യമൊന്നും ആദർശ് വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ ഇത് കണ്ടതോടുകൂടി സകല കാര്യങ്ങളും ആദർശിന് വ്യക്തമാവുകയാണ്. ആ കാര്യം ആദർശിനെ ഏറെ ഞെട്ടിച്ചതാണെങ്കിൽ കൂടി ആദർശിന് ഒരു സമാധാനം തോന്നുന്നുണ്ട് കേട്ടോ മനസ്സിന്. കാരണം തന്റെ തലയിലാണല്ലോ ഇങ്ങനെ ഒരു കുറ്റം വന്ന് ചേർന്നിരിക്കുന്നത്. എത്രയൊക്കെ ആണെങ്കിലും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടിയും മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും അമ്മയുടെയൊക്കെ മുമ്പിൽ ഒരു കുറ്റബോധത്തോടു കൂടിയാണല്ലോ ആദർശം നിൽക്കുന്നത്. ജാനകിയും ജലജയും അനാമികയും ഒക്കെ ഇതിന്റെ പേരിൽ ആദർശിനെ ഒരുപാട് പരിഹസിച്ചിരുന്നു. ഇവിടെയൊക്കെ മുമ്പിൽ തല കുനിച്ച് നടക്കേണ്ട ഒരു അവസ്ഥയിൽ നിന്നും ഇപ്പോഴാണ് തനിക്കൊരു ആശ്വാസമായത്. നീ മാത്രമാണ് എന്നെ വിശ്വസിച്ചത്, നിന്നോട് എന്ത് പറയണമെന്ന് അറിയില്ലെന്നൊക്കെ പറയുമ്പോ നയന് പറയുന്നുണ്ട്, ആദർശേട്ടാ ഇത് ആദർശേട്ടനെ ഞാൻ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ആര് വിശ്വസിക്കാനാ? എപ്പോഴെങ്കിലും ആദർശേട്ടന് മനസ്സിലായല്ലോ സത്യത്തിന്റെ കൂടെയാണ് ദൈവം എപ്പോഴും നിൽക്കുന്നതെന്ന്. എന്തായാലും നമുക്കുടനെ വീട്ടിലെത്തി ഈ തെളിവ് എല്ലാവരെയും കാണിക്കണം ആദർശേട്ടാ എന്നൊക്കെ പറയുവാണ്. അതെ നയനെ, ഇനിയും നമ്മൾ വൈകിക്കരുത്. നമുക്ക് അവനെ എല്ലാവരുടെയും മുമ്പിൽ പൊളിച്ചെടുക്കണം. ചന്തുമോൾ അവന്റെ കുഞ്ഞാണെന്ന് എല്ലാവരും അറിയണം. പാവം ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചിട്ട് ഒടുവിൽ അതിനെ ഇല്ലാതാക്കാൻ നോക്കിയിട്ട് ആ കള്ളത്തരങ്ങളെല്ലാം എന്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടുകയായിരുന്നില്ലേ അവൻ. അവനെ ഇനിയും അങ്ങനെ വെറുതെ വിട്ടൂടാന്നൊക്കെ പറയുവാണ് ആദർശ്. അങ്ങനെ ആ തെളിവുകളെല്ലാം മുത്തശ്ശനെയും മുത്തശ്ശിയെയും അനന്തപുരിയിലെ സകലരെയും കാണിക്കാനായിട്ട് തീരുമാനിക്കുവാണ് കേട്ടോ ആദർശും നയനയും. അതേസമയം തന്നെ ഈ ഒരു കാര്യം നവ്യേച്ച അറിഞ്ഞാലുള്ള ഭവിഷ്യത്തോർത്ത് നയനക്ക് നല്ല പേടിയുണ്ടെങ്കിലും ഇനിയും ഇക്കാര്യം എല്ലാവരുടെയും മുമ്പിൽ തുറന്നു കാട്ടാതിരുന്നാൽ അത് താൻ ആദർശേട്ടനോട് ചെയ്യുന്ന വലിയൊരു തെറ്റാണ്. ആദർശേട്ടനെ എല്ലാവരും കൂടി കുറ്റപ്പെടുത്തുന്നതും പരിഹസിക്കുന്നതും ആദർശേട്ടൻ അവരുടെയൊക്കെ മുമ്പിൽ തല കുനിച്ച് നടക്കുന്നതും തനിക്ക് കണ്ടുകൊണ്ട് നിൽക്കാനാവില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മുമ്പിൽ അഭിയുടെ ചതി തുറന്നു കാട്ടിയേ പറ്റൂ. തെളിവ് സഹിതം ആദർശേട്ടന്റെ നിരപരാധിത്യം തെളിയിച്ചേ പറ്റൂ. ഇങ്ങനെ ഒരു തെളിവ് കയ്യിൽ കിട്ടിയിട്ട് അത് പ്രയോജനപ്പെടുത്താതിരുന്നാൽ ശരിയാവില്ല. ആദർശേട്ടന്റെ തീരുമാനം തന്നെയാണ് എന്റെയും തീരുമാനം. ഈ ഒരു വീഡിയോയും തെളിവുകളും എല്ലാവരെയും കാണിക്കണം. മുത്തശ്ശൻ തീരുമാനിക്കട്ടെ എന്ത് ചെയ്യണമെന്ന്. ഇക്കാര്യത്തിൽ ഞാൻ ആദർശേട്ടന്റെ കൂടെ തന്നെയാണെന്ന് പറയുവാണ് കേട്ടോ നയന. നവ്യേച്ചിയുടെ കാര്യത്തിൽ വിഷമമുണ്ടെങ്കിലും നവ്യേച്ചിക്ക് സംഭവിച്ചത് നവ്യേച്ചിയുടെ വിധിയാണെന്ന് കരുതി സമാധാനിക്കാം. നല്ലൊരു മനസ്സുണ്ട് നവ്യേച്ചിക്ക്. അഭിയുടെ കുഞ്ഞിനെ നവ്യേച്ചി സ്വന്തം മോളായി തന്നെ സ്നേഹിക്കും ആദർശേട്ടാ, എനിക്കത് ഉറപ്പുണ്ടെന്നൊക്കെ പറയുവാണ് നയന. എന്നാൽ നവ്യയുടെ മേലിലുള്ള നയനയുടെ ആ ഒരു വിശ്വാസം തെറ്റാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അഭിയും ജലജയും കൂടി നയനയ്ക്കും ആദർശിനുമെതിരെ നവ്യയുടെ മനസ്സിൽ വിഷം കുത്തിവെക്കുകയാണ് ചെയ്യുന്നത്. ആദർശിന് ഒരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞിട്ടും സ്വത്ത് മാത്രം ലക്ഷ്യം വെച്ച് നയന ഇപ്പോഴും ആദർശിനെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും അവനെ വിട്ടുപോകാതിരിക്കുകയും ചെയ്യുന്നത് എന്നാണ് നവ്യയുടെ വിശ്വാസം. ഇനി അത് ചന്തുമോൾ അഭിയുടെ കുഞ്ഞാണെന്ന് തെളിയിച്ചാൽ പോലും അത് ആദർശം നയനയും കൂടി അഭിക്കെതിരെ കള്ളത്തെളിവുകൾ ഉണ്ടാക്കിയിരിക്കുക എന്നായിരിക്കും നവ്യ പറയുന്നത്. അങ്ങനെ പഴയ കാര്യങ്ങളെല്ലാം മറന്ന് അഭി ഇപ്പോൾ കാണിക്കുന്ന കപട സ്നേഹത്തിന് മുമ്പിൽ മുട്ടുമടക്കി മറ്റെല്ലാവരെയും അവിശ്വസിക്കുകയാണ് കേട്ടോ നവ്യ. എന്നാൽ ഇതൊന്നും അറിയാതെ കിട്ടിയ തെളിവുകളെല്ലാം ഭദ്രമാക്കി വെച്ച് മുത്തശ്ശന്റെയും വീട്ടുകാരുടെയും മുമ്പിൽ അഭിയെ തെളിവ് സഹിതം വലിച്ചു കീറാൻ ഒരുങ്ങുവാണ് ആദർശും നയനയും. അങ്ങനെ വളരെയധികം രസകരമായിട്ടുള്ള എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ ഇനി വരാനായിട്ട് പോകുന്നത്. ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ
വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.